അന്ന് ഒരു ജനകീയ ഹർത്താലാക്കി. ഇത് വിജയിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ ഒരു ആവശ്യമാണ്. കാരണം ഇന്ത്യയിലെ ഒരു ജനാധിപത്യ വ്യവസ്ഥയായി നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഇതുപോലുള്ള പട്ടികജാതിപ്പെട്ടവർക്ക് വിഭാഗം പോലുള്ള വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ കിട്ടുന്നത് മാത്രമാണ്. അതല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു 100-150 വർഷം പുറകിലേക്ക് പോകുന്ന തരത്തിൽ ഭയാനകമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകും. നമുക്കറിയാം, ഇന്ന് തന്നെ പലതരത്തിലുള്ള സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭരണരീതിയാണ് ഇന്ത്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടും എന്നൊരു സാഹചര്യത്തിലേക്കാണ് അത് പോകുക. ഈ ട്രെൻഡ് ഇത് അട്ടിമറിക്കുക എന്നുള്ള ഏറ്റവും വലിയ നിഗൂഢ നീക്കം പലപ്പോഴും ജുഡീഷ്യറിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സങ്കടകരമാണ്. ഇപ്പോൾ ആദ്യം പുതിയ കാര്യമല്ല. കാരണം 2016-17 കാലഘട്ടത്തിൽ അട്രോസിറ്റി ആക്ട് ഫലത്തിൽ റദ്ദാക്കിക്കൊണ്ടൊരു ഇതേപോലെ ഒരു കോടതിയുടെ വിധി വന്നു. അത് ഇതേപോലെ ഒരു ഹർത്താലും ബന്ധത്തിൽ കോടതിയിലുള്ളത് അവർ പിൻവലിച്ചു. പിന്നീട് EWSന്റെ കേസ്, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന കേസിന്റെ വിഷയം ബില്ലിൽ കൊണ്ടുവന്നപ്പോഴും ഇതിൽ കോടതിയാണ് ഏറ്റവും മുന്നിട്ട് നിന്നതെന്നാണ് കാണുന്നത്. അപ്പൊ ജുഡീഷ്യറിയിലുള്ള ഇതുപോലുള്ള പട്ടികജാതിപ്പെട്ട വിഭാഗങ്ങളുടെ പ്രാതിനിധ്യമില്ല എന്നുള്ളത് മാത്രമല്ല, സമൂഹത്തിലുള്ള ഈ പറയുന്നത് ജനാധിപത്യപരമായ ഒരു തുല്യത ഉറപ്പുവരുത്താനുള്ള, അല്ലെങ്കിൽ ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളുന്നു, പ്രത്യേകിച്ച് മർദ്ദിത വിഭാഗങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള സാധ്യതകൾ എടുത്തു കളയുന്നതിൽ കോടതി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു അപകടമുണ്ട്. ഇത് തിരിച്ചറിയേണ്ട ഏക രാഷ്ട്രീയ പ്ലാറ്റ്ഫോം നമ്മളെ സംബന്ധിച്ച് പാർലമെന്റാണ്. അതേ വിഷയം പാർലമെന്റ് ഉന്നയിച്ചൊരു അടിയന്തര നിയമനിർമ്മാണം വേണം എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായ ആവശ്യം. കമ്മീഷൻ വിധിക്ക് ശേഷമാണ് പട്ടികജാതി വിഭാഗങ്ങളിലും പട്ടികജാതി വിഭാഗങ്ങളും ബാധകമല്ല എന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട്. പിന്നീട് 1-2 കേസുകളിൽ ഈ വിഷയം സുപ്രീം കോടതി, അതിനേക്കാളൊരു ലോവർ കോർട്ടിൽ പിന്നെ നാഗരാജ് കേസ് എന്ന് പറയുന്നത് പൊതുവിൽ നില. അതുകൊണ്ട് തന്നെയാണ് BJP ഗവൺമെന്റ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കണമെങ്കിൽ 2.5 ലക്ഷം